ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. കറുപ്പ് തിയേറ്ററിൽ കണ്ടിട്ട് നേരെ റൂമിലെത്തിയത് കയ്യോടെ നിങ്ങളെടുത്ത് എൻ്റെ ഇത് റിവ്യൂ ഒന്നല്ല, ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം, ഞാനൊരു ചെറുപ്പം കാലം തൊട്ടിട്ട് ഞാനൊരു ഡൈഹാർഡ് സൂര്യ ഫാനാണ്. അപ്പോൾ ഈ റിവ്യൂ ആസ് എ സിനിമ ലവറോ അല്ലെങ്കിൽ സിനിമ റിവ്യൂ ചെയ്യുന്ന സിനിയോറയിലെ ചാനലിലെ ആളായിട്ടോ അല്ല ഞാൻ പറയുന്നത്. ഇത് പക്ക ആസ് എ സൂര്യ ഫാൻ എന്നുള്ള രീതിയിലുള്ള എൻ്റെ റിവ്യൂ ആണ്. കാരണം വർഷങ്ങൾ എത്ര എനിക്ക് തോന്നുന്നു സിംഗം 2 തൊട്ട് കഴിഞ്ഞ ശേഷം ഇങ്ങോട്ടേക്ക് സൂര്യണ്ണൻ്റെ എല്ലാ പടവും തിയേറ്ററിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. കൊള്ളാവുന്ന പടമായ 24 പടം പോലും എന്തോ തമിഴ്നാട്ടിലെ ഇലക്ഷൻ ഇഷ്യൂ കാര്യമായിട്ട് പടം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഹിറ്റില്ലാണ്ട് നിൽക്കുന്ന സൂര്യണ്ണനാണ്. ഈ പടം അനൗൺസ് ചെയ്തേരെ കറുപ്പ് RJ ബാലാജി പടം അനൗൺസ് ചെയ്തേരെ ഒരു ഹൈപ്പും ഉണ്ടായിട്ടില്ല. ആസ് എ സൂര്യ ഫാൻ ആയിട്ട് പോലും ഞാൻ ഈ പടം പൊട്ടുമെന്ന് വിചാരിച്ചിന്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് ട്വിറ്ററിലും വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം ആയിട്ട് പടത്തിന് പോസിറ്റീവ് റിവ്യൂ വന്ന് ആ നിമിഷം തൊട്ട് എനിക്ക് ഇങ്ങനെ ഓഫീസിൽ ഇരിക്കാനാവുന്നുണ്ടായിട്ടാ. എത്രയും പെട്ടെന്ന് കാരണം ഞാൻ ഒരുവിധ സൂര്യ പടം എല്ലാം ഒരു 12 വയസ്സ് ഇങ്ങോട്ടേക്ക് എല്ലാം FDFSും ഫാൻ ഷോയിലായിട്ട് ഫസ്റ്റ് ഡേ തന്നെ കാണലുണ്ട്, ഫസ്റ്റ് ഷോ തന്നെ കാണലുണ്ട്. ഇന്നത് കാണാൻ പറ്റാതെ എൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടായി. ഓഫീസ് കഴിഞ്ഞു നേരെ തിയേറ്ററിലേക്ക് പോയി. ഹൗസ് ഫുള്ള് ഒരു സൂര്യ പടത്തിൽ നിന്ന് ഹൗസ് ഫുള്ള് ബോർഡിൽ നിന്ന് കണ്ടത് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി പേഴ്സണലി. പടം തുടങ്ങി കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ പടം തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് സൂര്യ സൂര്യ എന്ന് എഴുതി കാണിക്കുമ്പോൾ തൊട്ട് തിയേറ്റർ അങ്ങ് കൊളുത്തി. തിയേറ്ററിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, സൂര്യ ഫാൻസ് ഏടിയും പോയിട്ടില്ല. വർഷങ്ങളായിട്ട് സൂര്യക്ക് ഹിറ്റ് കിട്ടാത്തതുകൊണ്ട് അടങ്ങിയിരിക്കുന്ന ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സൂര്യ ഫാൻസ് ഇപ്പം കേരളത്തിൽ ഉണ്ട് എന്ന് ഇന്ന് തിയേറ്ററിൽ നിന്ന് പടം കണ്ടതാണ് എനിക്ക് മനസ്സിലായത്. കാരണം സൂര്യനെ കാണിക്കുന്ന ഓരോ ഫ്രെയിമിലും ആൾക്കാരങ്ങ് ഇളകി മറിയുന്നത്. അതിനകത്ത് ഇൻ്റർവെൽ പഞ്ച്, ഒരു കിഡിൽ ഇൻ്റർവെൽ പഞ്ചാണ് പടത്തിൻ്റെ. അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റോളം ആൾക്കാർ ആ ഒച്ചപ്പാടും ബഹളവും നിർത്തുന്നില്ല. ആ സൂര്യനെ തിരിച്ചു കിട്ടേണ്ട ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലേ, ഇത്രേ വേണ്ടു. ആർട്ട് പടം ഒരുമാതിരി വലിയ കഥപ്പടോ കാര്യങ്ങളൊന്നും വേണ്ട, അങ്ങനെ മാസമായിട്ട് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി. അത് RJ ബാലാജി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പടത്തിലേക്ക് വരാം. ഇന്ദ്രൻസിൻ്റെ മോളും ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പടം തുടങ്ങുന്നത്. ഒരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള രീതിയിലാണ് പടം തുടങ്ങുന്നത്. അതിൽ കുറേ നമ്മൾ സ്ഥിരം കണ്ടു പഴകിയിട്ടില്ല, കഥപരമായിട്ട് ഞാൻ അധികം പറയുന്നില്ല, സ്ഥിരം കണ്ടു പഴകിയിട്ടില്ല ഈ മറ്റേ അഴിമതി കാര്യങ്ങൾ, നിയമം നടപ്പാക്കാതിരിക്കുക, അതിൻ്റെ ഇടയിൽ രക്ഷകൻ വന്ന് രക്ഷിക്കുക പരിപാടിയൊക്കെ തന്നെ. ബട്ട് ആ അണ്ണനെ കൊണ്ടുവരുന്ന പ്ലേസ് ചെയ്യുന്ന രീതിയും അണ്ണനെ ഫ്രെയിമിൽ കാണിച്ച രീതി, അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് GK വിഷ്ണു പുള്ളിയാണ് സിനിമാറ്റോഗ്രാഫർ. ഓരോ ഫ്രെയിമും നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അത് സൂര്യനെ കാണിക്കുന്ന ഫ്രെയിം മാത്രമല്ല, മൊത്തത്തിൽ പടത്തിൻ്റെ വിഷ്വൽസ് അടിപൊളിയാണ്. അതേപോലെ തന്നെ എഡിറ്റർ കലൈവണ്ണൻ പടം നല്ല ടക്കേന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫൈറ്റ് സീനും കാര്യങ്ങളെല്ലാം വരുമ്പോൾ. പിന്നെ പടത്തിന് മൊമെൻറ്റം കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ അത് സായി അഭയങ്കർ തന്നെയാണ്. ഒരു രക്ഷയിൽ ഇങ്ങനെ പെരുത്ത് ആസ് എ സൂര്യ ഫാൻ എനക്കല്ല, ഞാനിങ്ങനെ സീറ്റിൽ നിന്ന് എണീച്ച് ഇങ്ങനെ തുള്ളുന്നുണ്ടല്ലോ ഓരോ സീനിലല്ലേ, ഉണ്ടാവോ പൊളി. പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പറയേണ്ടത് ആർട്ട് ചെയ്ത് അരുൺ വെഞ്ഞാറമ്മൂട്. പുള്ളി മലയാളി കൂടിയാണ്, അതുകൊണ്ട് എടുത്ത് പറഞ്ഞത്. പടത്തിൻ്റെ ആർട്ട്, ഈ ദൈവം പരിപാടിയെല്ലാം കാണിക്കുന്നവർക്ക് ആർട്ട് അടിപൊളിയായിരുന്നു. പിന്നെ സായി അഭയങ്കറിനെ പറ്റി പറഞ്ഞു. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സീൻ ബൈ സീൻ സൂര്യ അണ്ണൻ തൂക്കി അടിച്ചിട്ടുണ്ട്. അതായത് പടം ഒരു 10 മിനിറ്റ് ഇങ്ങനെ കാണിക്കും, എന്തെങ്കിലും ആയിട്ട് കാണിക്കും, പടം ഇങ്ങനെ ഡൗൺ ആയിട്ട് പോകുന്നുണ്ടോ, അപ്പോൾ അടുത്ത സീനിൽ സൂര്യണ്ണൻ വരും, പടം വീണ്ടും ഡൗൺ ആവും, സൂര്യണ്ണൻ വരും, അപ്പോൾ അങ്ങനെ ഒരു പരിപാടി. ആക്ടിങ് ആയാലും പുള്ളി നല്ല എനർജറ്റിക് ആയിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ കോമഡി കാര്യങ്ങൾ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട പെർഫോമൻസ്, തൃഷ നന്നായിട്ട് തന്നെ മുഴുനീള ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. RJ ബാലാജി പിന്നെ എൻ്റെ ഫുൾ ഫിഗർ എന്നുള്ള രീതിയിൽ കുറേ സീനിൽ വന്ന് കയറി പോയിട്ടുണ്ട് അവൻ്റെ പടമായതുകൊണ്ട്. മൊത്തത്തിൽ ഈ പടം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം പടത്തിന് കുറേ നെഗറ്റീവ് റിവ്യൂ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് അതിൻ്റെ കഥപരമായിട്ട് എന്തോ ആയിക്കോട്ടെ. ബട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആസ് എ സൂര്യ ഫാനാണ് ഞാൻ ഈ റിവ്യൂ പറഞ്ഞത്. ആസ് എ സൂര്യ ഫാൻ ഇന്ന് കറുപ്പ് തിയേറ്ററിൽ നിന്ന് കണ്ടതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു പ്രാവശ്യം കൂടി എടുത്ത് പറയുന്നത്, സൂര്യ ഫാൻസ് സൂര്യണ്ണൻ്റെ സ്റ്റാർഡ് വേടിയും പോയിട്ടില്ല. അത് ഇന്ന് ബുക്ക് മൈ ഷോയിൽ പെർ അവർ വന്ന 40K മുകളിൽ വന്ന ബുക്കിംഗ് അതിനുള്ള തെളിവാണ്, എവിഡൻസ് ആണ്. സൂര്യണ്ണൻ ഏടിയും പോയിട്ടില്ല എന്നില്ല. ഇനി ബാക്ക് ടു ബാക്ക് പടങ്ങൾ ചെയ്താൽ സൂര്യണ്ണൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെയും നന്ദി പറഞ്ഞാൽ മതിയാവുന്നത് ഇന്ന് ഉണ്ടായ ഓഡിയൻസിനോടാണ്. അവരില്ലെങ്കിൽ ഇന്ന് ഈ പടം എനിക്ക് ഇത്ര വൈബ് കിട്ടിയിട്ടില്ല. കാരണം ഓഡിയൻസ് തന്നൊരു, കാരണം അത്രയും കാലമായിട്ട് സൂര്യനെ സൂര്യനെ കിട്ടിയതിൻ്റെ മൊത്തം സാധനം അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിന് ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് കാണാം. ഞാൻ ഫാൻസിന് ഈ പടം എടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഫാൻസുകാർ ഈ പടം കണ്ടിട്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിഗ് മിസ്. കാരണം ഫാൻസുകാർക്ക് മാത്രമേ ഈ പടം കണക്ട് ആവും, ബാക്കിയുള്ളവർക്ക് കണക്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ് എ സിനിയോറ റിവ്യൂ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ഈ പടം ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. ഫാൻസുകാർ തിയേറ്ററിൽ പോയി പടം കാണുക. അപ്പോൾ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, സൂര്യണ്ണൻ തിരിച്ചു വന്നു. താങ്ക് യു.